എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കർണാടകയിലെ കൂർഗിലാണ്. ഇന്നത്തെ കുക്കിംഗ് കൊച്ചച്ചാടയും ചിറ്റയുടെയും ചേച്ചയുടെയും വകയാണ്. ഈ സൈഡിൽ കൂടെ അതുകൊണ്ട് ചേച്ചല്ലേ ഒരു സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പോലെ. ഞാൻ കയ്യാളാ. പൊടിയൊക്കെ ഇടും. അല്ല, അതല്ല, ഞാൻ പൊടിയൊക്കെ ഇടും, നിങ്ങൾ കുക്ക് ചെയ്യും. അതാ മെയിൻ കുക്കാ. ഞാൻ എടുത്തു കൊടുക്കും. കൊച്ചയിട്ടോട്ടെ, ഞാൻ എടുത്തു കൊടുക്കാം. അളവ് പറഞ്ഞാൽ മതില്ലോ. അപ്പൊ പുത്തൻ ഫാമിലി വ്ലോഗിന്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സൂപ്പർ സ്ഥലം. അതെ, നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ സ്ഥലമാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല തണുത്ത കാറ്റും. എപ്പോഴേ ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മള് ജഗദീഷിനെ കണ്ടേ. ടാക്സി ഓടിക്കുന്ന ആളാ. അപ്പൊ ഇവിടെയുള്ള പ്ലേസുകളെല്ലാം അറിയാമല്ലോ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ ഇങ്ങനെ സ്ഥലം നോക്കാന്ന് പറഞ്ഞപ്പോ ഒരു നല്ലൊരു സ്ഥലം പുള്ളി കാണിച്ചു തന്നാ. കൊറേ ദൂരം വന്നു. ഷോർട്ട് കട്ട് വരായിരുന്നു. റോഡ് അത്ര കുറച്ച് മോശമാ. അത് തന്നെയല്ലേ. പിന്നെ അവിടെ ആനയുണ്ടെന്ന് പറഞ്ഞു. വനം കുറച്ച് ദൂരം വനം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു സ്ഥലം. ഡാമിലെ വെള്ളം കയറി കിടക്കുന്ന. എങ്ങനെയുണ്ട്? കുറച്ച് ദൂരം വന്നെങ്കിലും അതെ, തണുക്കാനും തുടങ്ങി. ഇന്നിങ്ങനെ ഒരു സ്റ്റേ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. റോഡ് സൈഡ് ആണ്. അതെ, റോഡ് സൈഡ് അത്ര ഇത് ഉണ്ടാവില്ല. ഞങ്ങളിങ്ങനെ പറയായിരുന്നു വ്യൂ ഉള്ള സ്ഥലം കിട്ടിയാൽ നല്ലതായിരുന്നു. നന്നായി. പക്ഷെ വെളി വെച്ച് കുക്കിംഗ് നടക്കല്ല. നല്ല കാറ്റാ. അതുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റിയല്ല. അകത്ത് അങ്ങോട്ട് സൈഡ് ഓപ്പൺ, ഇങ്ങോട്ടാ അല്ല, ഈ സൈഡാണ്. അല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോ അകത്തുനിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന പോലെ വണ്ടി ഇങ്ങനെ ഇട്ടാൽ മതി. അതെ. അപ്പം താങ്ക്സ്. അപ്പൊ ഇനി വരുമ്പം കാണാം. ഇന്ന് വേറെ ഓട്ടോ ഉണ്ടോ? ആന്ധ്ര പോകണം. അപ്പൊ ഇന്ന് ആന്ധ്ര പോവാ. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോവാന്ന് പറഞ്ഞു. ഇനിയിപ്പോ പിന്നെ വരുമ്പോഴാട്ടെ. ഇനി വരുമ്പോ ഇന്ന് നൈറ്റ് പോയാല് നാളെ നൈറ്റ് തിരിച്ചെത്തും. നാളെ രാത്രി ഞങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ചിലപ്പോ 2 ദിവസം കഴിഞ്ഞാൽ പോകുള്ളൂ. ചിലപ്പം നോക്കാം. അതെ, ഞാൻ പറഞ്ഞു ഇടയ്ക്ക് വിളിക്കാം. അപ്പം ജഗദീഷിന്റെ അമ്മ വീഡിയോ എല്ലാം കാണുന്നു കേട്ടോ. അമ്മയെ കാണാൻ പോകാൻ അവിടെ പിന്നെ സമയം കിട്ടിയില്ല. അതെ, അമ്മക്ക് എന്താ വയ്യാത്ത? എന്നാന്ന് പറഞ്ഞ സംസാരിച്ചായിരുന്നു. ഇത്രയും വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അന്നേരത്തിന് സന്ധ്യയായി, പോകാനുള്ള സമയം കിട്ടിയില്ല. അല്ലെ പോയി കാണണം എന്ന് ഓർത്തതാണ്. അപ്പൊ ഇനി വരുമ്പോ കാണാം, ഇടയ്ക്ക് വിളിക്കാം. ഓക്കെ. നമുക്ക് അകത്ത് വെച്ച് കുക്ക് ചെയ്യാം. വെളിയില് ഭയങ്കര പ്രാണി ഈച്ചയൊക്കെയാ. അപ്പൊ കാറ്റും ഉണ്ട്. അപ്പൊ അകത്ത് വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നാളെ രാവിലെ വല്ലതും വെളി വെച്ച് കുക്ക് ചെയ്യാം. ആയിക്കോട്ടെ. സമയം കളയാതെ കാര്യത്തിലേക്ക് കടക്ക്. എന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് അതിന്റെ സൈഡിൽ കൊണ്ടുപോയി വെച്ച് കുക്ക് ചെയ്യാനായിരുന്നു. ഇപ്പൊ എന്തായാലും ഇന്ന് നടക്കൂല. നമുക്ക് ഒരു മണിക്കൂറുടെ മുന്നേ ഇവിടെ വന്നിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ലൈറ്റ് പോയി ഇഷ്ടംപോലെ നക്ഷത്രം ഉണ്ട് ആകാശത്ത്. നല്ല ഇവിടുത്തെ എയർ ക്വാളിറ്റി നല്ലതെന്ന് പറയുന്നത് കൊടക് റീജിയനിലെ. മെയിൻ കുക്ക് അതെ. അരിയൊക്കെ കഴുകി കഞ്ഞി വെക്കാൻ പോവാ. പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ. കുക്ക് അവിടെ റെഡി ആയിട്ട് നിക്ക. ജൽദി കുക്ക് അവിടുത്തെ പരിപാടി തീർന്നു കഴിയുമ്പം ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയിലോട്ട് വിളിക്കും. സവോളക്ക് ഭയങ്കര നീര. അതെ, സവോള അരിയാൻ വിടും ഞങ്ങള്. കണ്ണു പോകാൻ തുടങ്ങി അല്ലേ? അയ്യോ, കൂളിംഗ് ഗ്ലാസ് എടുത്തില്ലായിരുന്നു. കാര്യം കുക്ക് പറഞ്ഞ് കയ്യാള് വേണം അങ്ങനെ ഇതിനാന്നൊക്കെ പറഞ്ഞാലും കയ്യാള് ചെയ്യേണ്ട പണിയും കൂടെ കുക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ. അല്ല, കയ്യാളുടെ പണി ഞങ്ങള് ചെയ്യുന്നേ. അല്ല, അവിടെ ചിക്കൻ കഴിയുന്ന പിന്നെ ആരാ? ചിക്കനൊക്കെ അത് മെയിൻ കുക്ക് കഴിയണം. പിന്നെ അല്ലാത്ത ഇപ്പൊ ഞങ്ങള് കഴുകി ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യും? എത്ര പീസ് ഉണ്ടെന്നൊക്കെ എണ്ണി ഇടണം, എന്നാലേ പൊടി ഇടാൻ പറ്റൂ. അതുകൊണ്ടാണോ? അതെ, അതുകൊണ്ടാ സ്വന്തമായിട്ട് കഴിയുന്നല്ലേ? ഇല്ല, ചിക്കന്റെ അളവ് മനസ്സിലായില്ല. കൊച്ചൊരു റിയാക്ഷൻ തരുന്നില്ലല്ലോ. വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതറിയോ? ചിരിക്കുന്നുണ്ട് അല്ലേ? എനിക്കാണ് നല്ലപോലെ വിശക്കുന്നുണ്ട്. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. പഴം തരട്ടെ? പഴം ഒരു കൊലം പഴം മേടിച്ചു വെച്ചിട്ടുണ്ട്, കഴിച്ചോ? ഇത് റെഡി ആകുമ്പോഴത്തേക്ക് പഴം പകുതി കൊല കഴിച്ചു. ആ പഴം തീരുന്ന വരെ ആർക്കും വിശന്നാലും ഞാൻ പഴം തരും. ചിക്കൻ കറിക്ക് എല്ലാം അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, പെട്ടെന്ന് വെച്ചേക്കാം. പെട്ടെന്ന് ആയിക്കോട്ടെ. 10 മിനിറ്റ്. 10 മിനിറ്റ് ഉണ്ടല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ചെറിയ സ്പാൻഡിങ് എടുത്ത് ഇപ്പൊ എണ്ണയൊക്കെ ചൂടാൻ നമുക്ക് ചില കടുക് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഗ്രാമ്പു, പട്ട, തക്കോല കുറച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം.
കുക്ക് ഒരു കാര്യം മറന്നുപോയി ഇടാൻ. വറ്റൽമുളക് എടുത്തു വെച്ചായിരുന്നു, ഇട്ടില്ല. കൂടി നമുക്ക് വറ്റൽമുളക് ഇട്ടേക്കാം. ക്യാമറമാനും ചടിക്കോ? അതെ, ക്യാമറമാനും കൂടെ ചടിക്കും. എടുത്തു വെച്ചായിരുന്നു, ഇട്ടപ്പം മറന്നുപോയി. മെയിൻ കുക്കിന്റെ അടുത്ത് എനിക്കൊരു അപേക്ഷ ഉണ്ട്. എന്താണ്? മല്ലിയില ദൈവത്തെ ഒത്തിടരുത്. മല്ലിയില ഇടും, മല്ലിയില മസ്റ്റാ. ചിക്കൻ കറിക്ക് മല്ലിയില മസ്റ്റാ. എന്നാ എനിക്കുള്ള മാറ്റി വെച്ചിട്ട് നിങ്ങള് മണ്ടലിങ്ങ. അങ്ങനല്ല, അങ്ങനെ എടുത്താൽ കറിയുടെ ടേസ്റ്റ് പോവും. നമ്മള് മല്ലിയില ഇട്ട് എല്ലാം കൂടെ ഒന്ന് ചിലക്കി എടുത്താലേ അതിന്റെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. സമ്മതിക്കൂല എന്നെ. അത് നല്ല ടേസ്റ്റ് അല്ലേ? എന്നാ കുഴപ്പം? എനിക്ക് ശരിയാ. ഇത്രയും നാള് ചെന്നൈ നിന്നിട്ട് പൊന്നിക്കുട്ടിക്ക് മല്ലിയില തിന്നിട്ടേ ഇല്ലല്ലേ? ഇല്ല, അത് കഴിക്കാത്തോണ്ട് 1-2 പ്രാവശ്യം കഴിച്ചു നോക്കിയേ. ഒരു ഇഷ്ടപ്പെട്ടില്ല. ഒരു പ്രശ്നവുമില്ല. കുഞ്ഞിക്കണ്ടൊക്കെ ഇല്ലേ ചുമ്മാ മല്ലിയില വാരിച്ചിട്ടു. അയ്യോ, അത് കഴിക്കും. ഞാൻ മല്ലിയില പച്ചക്ക് കഴിക്കാം. കുക്ക് എല്ലാം ഉഴപ്പാ. ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി. ഞാന് സവാള ഇടാന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നപ്പോ അത് വാരി ഇട്ടു. പറയണ്ടേ, ഇടല്ലെന്ന് പറയല്ലേ. ഇന്ന് വെറൈറ്റി ചിക്കൻ കറി വെക്കണമെന്നായിരുന്നു ആഗ്രഹം. അതെ, അതുപോലെ തന്നെ ആ സമയം കുറവായുണ്ട്. എന്നാ പിന്നെ നോർമൽ ചിക്കൻ കറിയും തീരുമാനിച്ചായിരുന്നു. പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് വെറൈറ്റി ആയി. ഇങ്ങനെ ഇതിപ്പോ മുട്ടക്കറിയുടെ മണം ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്. ഇതെന്നാവും എനിക്കറിയാം. അല്ല, ഇതേ വേറൊരു കാര്യമുണ്ട്. എന്നാ വെച്ചാല് ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ അറിയുന്നത്. അതല്ലെങ്കിൽ കറി നല്ലപോലെ വെച്ച് തരും, ഒരു കുഴപ്പവും ടേസ്റ്റിങ് വ്യത്യാസം കാണത്തില്ല. ഇങ്ങനെയാണ് സംഭവിക്കാറ്. മനസ്സിലായില്ലേ? അതെ, നിങ്ങൾ ഇത് കറി കഴിച്ചിട്ട് പറഞ്ഞാൽ വേറെ ഒന്നും പറയണ്ട. കഴിച്ചതിന് ശേഷം അഭിപ്രായം പറഞ്ഞു. ഇപ്പൊ എന്തായാലും മുട്ടക്കറിയാണ്, കുറച്ച് കഴിയുമ്പോ ചിക്കൻ കറിയാണ്. നമ്മുടെ സവോള എല്ലാം വഴണ്ട് വരുന്നുണ്ട്. സവോള തന്നെയല്ല, ഇഞ്ചിയും വെളുത്തുള്ളി സവോള എല്ലാം നല്ലപോലെ വഴണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. വേറൊരു കാര്യം കൂടെ മറന്നുപോയി, നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. എന്താ? സവോള വഴന്നു വരാനായിട്ട് ചില ഉപ്പിട്ട് കൊടുക്കണമായിരുന്നു, അതും ഇട്ടില്ല. കണ്ട, ഞങ്ങളാണോ ശ്രദ്ധിക്കണ്ടേ? ഉണ്ടാക്കുന്ന ആളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. മെയിൻ കുക്ക് എല്ലാം മറന്നു. ഇതെല്ലാം നമുക്കത് മേക്കപ്പ് ചെയ്തെടുക്കാവുന്ന കേസേ ഉള്ളൂ. അതെ, കറി ആയി കഴിയുമ്പോ നിങ്ങൾ പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ, എന്നാ അങ്ങനെ ആവട്ടെ. ആയിക്കോട്ടെ. ഇപ്പഴേ നമുക്ക് പതുക്കെ പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി. നമുക്ക് 2 കിലോ ചിക്കനാണ്, അതുകൊണ്ട് 2 സ്പൂൺ മുളക് പൊടി. എന്തായാലും പൊടിയുടെ ഒക്കെ കണക്ക് ഞാൻ പഠിക്കട്ടെ മെയിൻ ബുക്കിന്റെ അടുത്തുനിന്ന്. മല്ലിപ്പൊടി ശരിക്കും പറഞ്ഞാൽ 4 സ്പൂൺ ഇടണം. വേണ്ട, നമുക്ക് 3 സ്പൂൺ ഇടാം. ഈ മല്ലിപ്പൊടി ശരിക്കും എന്തിനാ ഇടുന്നേ? മല്ലിപ്പൊടി. അതെ, മല്ലിപ്പൊടിയിലാണ് അതിന്റെ ടേസ്റ്റ് ഒക്കെ ഇരിക്കുന്നത്. അതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ഓർത്ത് പറഞ്ഞു. അതെ, ഇനി എരിവ് വേണമെങ്കിൽ നമുക്ക് ശകലം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ 3/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ടേക്കാം. മല്ലിപ്പൊടി ഇട്ടാലേ ടേസ്റ്റ് കൊണ്ട് കൊഴുപ്പും കിട്ടും. ആണല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും ഇല്ലാണ്ട ചിക്കൻ കറി വെച്ച, പക്ഷെ കേടല്ല ചിക്കൻ കറി ആയിരുന്നു. ഇല്ല, മല്ലിപ്പൊടി ഇടാതെ വെക്കാം. ചിലപ്പോ ഈ മല്ലിപ്പൊടി ഇടുക. ഓ, ഇതിപ്പോ മല്ലിപ്പൊടി കൊറേ മല്ലിപ്പൊടി വാരിയിടല്ലേ? ഇല്ല, ഞാൻ വെക്കുന്ന കറി ഒരു അളവാ പറഞ്ഞു കേട്ടോ. അതിനകത്ത് അല്ലാതെ പലരും പല രീതിക്ക് വെക്കും. ഒരു കുരുമുളക് കൂടെ ഒരു 3/4 സ്പൂൺ ഇട്ടാലും നല്ലപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഉപ്പിടാനും മറന്നു പോയായിരുന്നു. വീണ്ടും മറന്നു. ഇപ്പൊ 2ാമത്തെ തവണ ഉപ്പിടാൻ മറക്കണേ. എന്തോ ധൃതി വെക്കുന്ന അതാ, പെട്ടെന്നാവട്ടെ. ഇപ്പൊ ധൃതി വെച്ചതാ. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കൂ. നന്നായിട്ട് ഇറക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വെച്ച് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മതി നിൽക്കട്ടെ. ഇപ്പോഴേ ബാക്കി എല്ലാം ഇട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നേരത്തിനും വിസിൽ വന്നു കേട്ടോ. ചോറ് വന്ന് വിസിൽ വന്നു. കറി വന്നാ മതിയല്ലോ. അതെ, നേരത്തിനും ഓക്കെ. നേരത്തിനും വാർത്തെടുത്താൽ മതി, ചോറായി. അതെ, അതുകൊണ്ട് ഗ്ലാസ്സിൽ ഈച്ചിരിക്കുന്നുണ്ടോ? 1 ഗ്ലാസ് താത്താൽ ഇത് മൊത്തം ഭാഗത്ത് കയറും. അപ്പൊ നമുക്ക് എയർ ഫ്രയറിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള, ഇന്നിപ്പോ എന്തായാലും ഫ്രൈ ചെയ്യുന്നില്ല, നാളത്തേക്കേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് അതിനുള്ള അരപ്പൊക്കെ വെച്ച് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ ആദ്യം തന്നെ വെളുത്തുള്ളി ചതച്ചത് താഴെപ്പോയി. അപ്പൊ ആദ്യമേ കുറച്ച് ബട്ടർ തേച്ച് വെച്ചായിരുന്നു ചിക്കനിൽ. ഇനി കുറച്ച് മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ചതച്ച മുളക്. എന്തായാലും കുറച്ചിട്ടോ ഇട്ടോ. അതിലൂടെ നമുക്കൊരു നാരങ്ങ പിരിഞ്ഞു വയ്ക്കാം പുളിക്കായിട്ട്. പിന്നെ കുറച്ച് ഒലിവ് ഓയില്. അതിനതാ
ബേസിൽ ആ മിക്സഡ് ഹെർബ്സ് ആയിരുന്നു വേണ്ട, അതുകൊണ്ട് നമുക്കിപ്പോ തൽക്കാലം ബേസിൽ കുറച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ്. ഇത് വേറെ ടേസ്റ്റ്, ഹെർബ്സ് ഇട്ടാ വേറെ ടേസ്റ്റ്. അപ്പൊ അത് നമുക്ക് മിക്സ് ചെയ്ത് ചിക്കനിലോട്ട് അങ്ങ് പരത്തിയേക്കാം. ഫ്രിഡ്ജിനകത്ത് വെക്കട്ടെ? ഇന്നെ ഫുൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിലായത്. നന്നായിട്ട് മസാലയൊക്കെ അങ്ങ് പിടിക്കട്ടെ. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ? അതെ. ഇങ്ങനെ ഈ അരപ്പിടുമ്പോ ഉപ്പ് തികഞ്ഞോ ഇല്ലയോ എന്ന് അറിയാനായിട്ടേ അരപ്പ് ആദ്യം മിക്സ് ചെയ്തിട്ട് ഉപ്പെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മീനെ പെരട്ടാതെ ചിക്കനെ പെരട്ടാതെ, എന്നിട്ട് അതിന് ഉപ്പുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മള് മസാലയൊക്കെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് തടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അതെ. ഈ കഞ്ഞിവെള്ളം കുടിക്കുന്നതിന്റെ ഒരു സുഖം. ഞാൻ വറുത്തോണ്ടാ. വാർത്തോണ്ടാന്ന്. ചോറ് വറുത്തോണ്ട്. അല്ല, ഞാൻ അരിയിട്ട്. അരി കഴുകിയതാരാ? ഞാൻ വെളിച്ചെണ്ണ ഇത് കറിയൊന്നും ആയില്ലേ? കറിയൊക്കെ അത്ര ഒന്നും ഇടാൻ പറ്റിയല്ലേ? എന്നാ മല്ലിയില ഇടുന്നതിനാണ് ഇവിടെ. ആ അപ്പഴേ കറിയൊക്കെ നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കരിയാപ്പില മല്ലിയില ഇട്ട് വാങ്ങിയെടുക്കാം. കറിവേപ്പില ഇട്ടോ? കറിവേപ്പില. ഞങ്ങള് കരിയാപ്പില എന്നും പറയും. കരിയാപ്പില ഇവിടെ തനിക്കതില്ല, ഞാൻ എടുത്തു തരാം. മല്ലിയില നമ്മൾ പ്രാവശ്യം കഴിച്ചു കഴിയുമ്പോ ഉണ്ടല്ലോ ഇതിനോടുള്ള മടുപ്പ് മാറും. ഞാൻ ആദ്യം പൂനെക്ക് പോകുമ്പോ ഉണ്ടല്ലോ അവിടെ ചെന്ന് എല്ലാത്തിനും അത് മല്ലിയില. ഞാൻ മല്ലിയില ജീവിതത്തിൽ ഞാൻ കൂട്ടിയിട്ടില്ല. ആദ്യം എന്നിട്ട് ഇങ്ങനെ മല്ലിയില കഴിക്കുമ്പോഴത്തേനും ഒരു വല്ലാത്ത ഒരു ചുവയായിരുന്നു. പക്ഷെ പല പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞപ്പം അതൊരു പ്രശ്നമില്ല. അതിന്റെ ടേസ്റ്റ് പോലും തിരിച്ചറിയാൻ വയ്യാതായി. എനിക്ക് ഇഷ്ടമല്ല. എത്ര തവണ കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ റിയാക്ഷൻ കാണിച്ചു തലക്ക് കൈയൊക്കെ വെച്ച് ചതിച്ചതാ. എടുത്ത് മാറ്റിയേക്കാം. എല്ലാരോടും ചതിച്ചതാ. കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്തു. അതെ, ചിക്കൻ കറിയും ചോറും റെഡി. നീ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പറയാം. കറി കഴിച്ചിട്ട് ആരും അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. കറി കഴിക്കട്ടെ, നോക്കട്ടെ. ഞാൻ കഴിച്ചു. നല്ല സാധാ കറിയുടെ ടേസ്റ്റ് തന്നെ, കൊള്ളായില്ല. ആദ്യം ഒരു മുട്ടക്കറിയുടെ മണം വന്നെങ്കിലും അതുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ. ചിക്കൻ കറി തന്നെ. പൊന്നു ഒന്നും മിണ്ടിയില്ല. ചിക്കൻ കറിയുടെ അത്ര ഒത്തില്ല കേട്ടോ. പൊന്നു ചിക്കൻ കറി വേറെ ടേസ്റ്റ് ആയിരുന്നു. ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അടുക്കളയെ അടച്ചു. ഇനി കിടക്കണം. വിരിക്കാനൊന്നും തുടങ്ങിയില്ല, പതുക്കെ വിരിക്കണം. വിരിക്കാൻ വേണം ഇനിയിപ്പം. വേറെ വിരിക്കാൻ അധികം ഒന്നും ഇല്ല, ചെറുതായിട്ട് 2 ഷീറ്റ് ഇട്ടാൽ മതി, വേറെ പണിയൊന്നുമില്ല. അതല്ലേ ഇപ്പൊ ക്യാബിനിൽ കിടക്കണമെന്ന് പറഞ്ഞ് പൊന്നുകുട്ടിയും കൊച്ചായും തമ്മിൽ ഇടിയാ. പൊന്നു വെളി ഇറങ്ങുന്ന സമയത്ത് കൊച്ചാ പോയി സീറ്റ് എടുക്കാൻ നിപ്പുണ്ട്, കൊച്ചാ മാറുന്നതനുസരിച്ച് പൊന്നു അവിടെ നിപ്പുണ്ട്. ഇവിടെ വേറെ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ടോ? അവരവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ആയിരുന്നു നേരത്തെ. വെളിയിൽ നല്ല തണുപ്പാണേലും അകത്ത് ചൂടുണ്ട്. അതുകൊണ്ട് ജനറേറ്റർ എല്ലാം ഉണക്കി വെച്ചു. പിന്നെ ഞാൻ ആലോചിക്കുമായിരുന്നു നമുക്ക് ഇതിന്റെ മേളിലെങ്ങാനും കുറച്ചു നേരം കയറി കിടക്കായിരുന്നു. വണ്ടിയുടെ നല്ല നക്ഷത്ര ആകാശത്ത് ചുമ്മാ കിടക്കാൻ പറ്റിയ ക്ലൈമറ്റ്. ആകാശത്തേക്ക് നോക്കിയല്ലേ? അതിനുള്ള സൗകര്യം ചെയ്തു തരാം. അല്ല, അകത്ത് പായ ഇരിപ്പുണ്ട്, മറ്റേ വെളുത്തിരിക്കാനുള്ള. ആ പായ ഇങ്ങെടുത്ത് തന്നാ അതേ മേളിലോട്ട് കയറിക്കോളാം. മുകളിൽ ഇതിന്റെ മുകളിൽ ഇടയില്ല നമുക്ക്. ഇല്ല, അതിനിടയിലെ AC-യുടെ യൂണിറ്റും അതും ഇതും എല്ലാം ഇരിക്കുമല്ലോ. ഈ പുറയിലൊരു കുറച്ച് സ്ഥലമുണ്ട്. അവിടെ കിടക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഞാൻ അതിനും നിരത്തെങ്ങാനും കിടക്കുന്നതായിരിക്കുന്നില്ല, ആ പുല്ലേലോട്ടെങ്ങാനും കിടന്നോ. നല്ല രസമായിരിക്കും. വെള്ളം അപ്പുറത്തുള്ള വല്ല പാമ്പം പഴുതാരം വല്ലതും ഉണ്ടെ പിന്നെ അത് മതി. പിന്നെ നാളെ എങ്ങോട്ടാ തീരുമാനിച്ചില്ല. ഒന്നും തീരുമാനമായിട്ടില്ല. നമ്മുടെ ടൂർ ഓപ്പറേറ്റർക്ക് അറിയത്തുള്ളൂ. അത് നാളെ രാവിലെ തീരുമാനമാകത്തുള്ളൂ. എന്തായാലും രാവിലെ എഴുന്നേൽക്കാൻ റെഡി ആവുക. നാളെ എങ്ങോട്ടാന്ന് വെച്ചാൽ നമുക്ക് കറങ്ങി തിരിഞ്ഞു പോകാം. ഇവിടെ ഇപ്പൊ വന്ന സ്ഥലമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങോട്ട് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇരുട്ടിപ്പോയില്ലേ, അപ്പൊ നാളെ പകല് കാഴ്ചകൾ കണ്ടുപോകാം. ഇവിടെ ഈ ഡാമിലെ വെള്ളം കയറി കിടക്കുന്നതിന് എന്നെ ആരും ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ചാടി കുളിക്കാൻ പറ്റുന്നതാണോ അതോ കോരി കുളിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ആണോ എന്നുള്ളത് ഇവിടെ ഒന്ന് നാളെ നോക്കണം. നമുക്ക് വെളിച്ചത്തിൽ നോക്കണം. അപ്പൊ പിന്നെ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.